മലപ്പുറം എടയൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൽ കൂട്ടയടി. മണ്ണത്തുപറമ്പ് ഇന്നലെ നടന്ന UDF സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിലായിരുന്നു സംഘർഷമുണ്ടായത്. കയ്യാങ്കളിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കൂട്ടയടിയുടെ കാരണവും തിക്തഫലങ്ങളും നമുക്കൊപ്പം പങ്കുവയ്ക്കാനായി സമീർ ബിൻ കരീം ചേരുന്നു. മലപ്പുറത്ത് നിന്ന് സമീർ, എന്താണ് സംഭവിച്ചത് അവിടെ? മലപ്പുറം ജില്ലയിലെ എടയൂർ പഞ്ചായത്ത് 4-ാം വാർഡ് മണ്ണത്ത് പറമ്പിലാണ് ഇന്നലെ UDF കൺവെൻഷനിടെ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രവർത്തകർ പരസ്പരം തെറി വിളിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും കസേരയെടുത്ത് എറിയുന്നതും ഒക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ UDF സ്ഥാനാർത്ഥിയെ ഈ വാർഡിൽ പ്രഖ്യാപിച്ചത്. ഈ ഹസൻ മൂലക്കൽ എന്ന് പറയുന്നയാളാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കരുത്, ഗഫൂർ എന്നയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുകയും അത് നടക്കാതെ വന്നതോടുകൂടിയാണ് ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തിരിക്കുന്നത്. ഈ ഹസൻ എന്ന് പറയുന്നയാളെ മാറ്റാനുള്ള കാരണമായി ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് ഇദ്ദേഹം ആദ്യം മുസ്ലിം ലീഗ് പ്രവർത്തകനും പിന്നെ അതിനുശേഷം ഇയാൾ ഇടതുപക്ഷത്തേക്ക് പോവുകയും പിന്നാലെ തിരിച്ച് ലീഗിലേക്ക് തന്നെ വരികയും ചെയ്തയാളാണ്. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ നിർത്തരുത്, അതിന് പകരം ഗഫൂർ എന്നയാളെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു ഒരു വിഭാഗം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം നടക്കാതെ വന്നതോടുകൂടി ഇരു വിഭാഗം തമ്മിൽ ആദ്യ വാക്കുതർക്കവും പിന്നീട് കയ്യാകളിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. നിലവിൽ എടയൂർ പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. അതിന്റെ മുന്നോടിയായാണ് ഇത്തരത്തിൽ കൺവെൻഷനുകൾ ചേർന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ UDF കൺവെൻഷൻ വാർഡിൽ ചേർന്നതോടുകൂടിയാണ് വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നിലവിലെ സീറ്റാണ് ഈ 4-ാം വാർഡ് സീറ്റ് എന്നുള്ളത്. അതിനിടെ UDFന്റെ കൺവെൻഷൻ വിളിക്കുകയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സ്ഥാനാർത്ഥിയുടെ പേരിൽ ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുകയുമാണ് ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.